നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. സമ്പൂർണമായ നേട്ടങ്ങൾ ജീവിതത്തിൽ എത്തിച്ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന, ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും വളരെ നാളുകളായി ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാകാം, കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാകാം, അതുമല്ലെങ്കിൽ അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എത്ര തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിലും ഒരു പ്രത്യാശ, ഒരു പ്രതീക്ഷ, ഒരു അനുകൂലമായ അവസ്ഥകൾ ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഇവർക്ക് ഭാഗ്യം കടാക്ഷിക്കുന്ന, ഈശ്വരാനുഗ്രഹത്തിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന ചില നക്ഷത്രക്കാർ ഇവരുടെ ജീവിതത്തിൽ ഇനി അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവർ വളരെ നാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലവിധ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം അവരുടെ മുന്നിൽ വരുന്നു. ഇനി വരുന്ന ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും. അനുകൂലമായ ഒട്ടനവധി നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും അവർക്കുണ്ടായിരുന്ന കടബാധ്യത, വളരെ നാളുകളായി കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായ വലിയ നിലയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ, പണം ഇവരുടെ മുന്നിൽ വന്നു ചേരും. അത് തൊഴിൽ ഇടത്തിൽ നിന്നാണെങ്കിലും, നല്ലൊരു ജോലി ലഭിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിലോ, അല്ലെങ്കിൽ പ്രൊമോഷൻ പോലുള്ള സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾ ലഭിച്ചുകൊണ്ട് അതിലൂടെ വരുന്ന വരുമാനമാണെങ്കിലോ, പിതൃസ്വത്തോ, അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നുള്ള ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങി അതിൽ മികച്ച വിജയം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ കൊണ്ടും ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുടുംബത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സന്ദർഭങ്ങളാണ്. കുടുംബ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ സാഹചര്യങ്ങളാണ് വന്നു ചേരുന്നത്. അതായത് കുടുംബത്തിലുണ്ടായിരുന്ന പലവിധ സ്വാരസ്യങ്ങൾ, കുടുംബത്തിലുണ്ടായിരുന്ന സ്നേഹമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ, പരസ്പരം അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യം, അത് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലോ മാതാപിതാക്കളുമായിട്ടോ ഉള്ള എല്ലാവിധ അകൽച്ചകളും മാറി ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, പുതിയ അധ്യായം തുറക്കുന്ന ഒരു സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ സ്വന്തമായൊരു ഭവനം ഇല്ലാത്ത ആളുകൾക്ക് ഒരു പ്രത്യാശ നൽകുന്നൊരു സമയമാണ്. ഒരു വീട് എന്നൊരു സ്വപ്നം പൂവണിയാൻ സാധിക്കുന്ന, ഒരു വീട്ടിലേക്ക് ഗൃഹപ്രവേശം നടത്താനുള്ള സാഹചര്യങ്ങൾ ചിലർക്ക് വന്നു ചേരും. അതുമല്ലെങ്കിൽ വീടെന്നൊരു സ്വപ്നം പൂവണിയാനുള്ള ഒരു സ്വന്തമായി ഒരു തുണ്ട് ഭൂമി ലഭിക്കാനുള്ള അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരു വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനോ അത് പുനരാരംഭിക്കുന്നതിനോ സാധിക്കുന്നൊരു സമയം. മുടങ്ങിക്കിടക്കുന്ന ഇത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ, അവരുടെ ആഗ്രഹം സഫലമാക്കുന്ന രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. അതോടൊപ്പം തന്നെ സ്വന്തമായൊരു വാഹനം എന്നൊരു സ്വപ്നം പൂവണിയാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആഗ്രഹങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇനി എടുക്കുന്ന ചുവടുകൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ഇവർക്കുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, വളരെ നാളുകളായി ഒന്നിനു പുറകെ ഒന്നായി ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരുന്ന ശാരീരിക അസ്വസ്ഥതകൾ, അവശതകൾ, എത്ര തന്നെ ചികിത്സാ മാർഗങ്ങൾ അവലംബിച്ചാലും പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടും അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാതെ നിൽക്കുന്ന ഒരു സമയം. ഇപ്പോൾ ഉള്ള ഒരു സമയത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഫലിക്കുകയും ആരോഗ്യം മെച്ചപ്പെടുന്ന സാഹചര്യങ്ങളും അത്ഭുതങ്ങൾ തന്നെ അവരുടെ ജീവിതത്തിൽ അതിലൂടെ സംഭവിക്കുകയും ചെയ്യും.
ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ കുടുംബത്തിന് മൊത്തത്തിലാണ് അതിൻ്റെ പ്രത്യാഘാതം സംഭവിക്കുന്നത്. ഇത്തരം അനുകൂലമായ അവസ്ഥകൾ വന്നു ചേരുന്നതോടുകൂടി അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇവർക്ക് യാത്ര ചെയ്യുന്നതിനും തൊഴിലുമായോ അല്ലെങ്കിൽ കുടുംബപരമായോ കുടുംബങ്ങൾ സംബന്ധിച്ചോ യാത്ര ചെയ്യുന്നതിനും അതിലൂടെ ഒരു സന്തോഷ വാർത്ത കേൾക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് തൊഴിൽ ഇടത്തിലാണ് ഏറ്റവും അനുകൂലമായ സമയം വന്നിരിക്കുന്നത്. തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്ക് ശമനം വന്നു ചേരുകയും നല്ലൊരു ജോലി ലഭിക്കുന്നതിനും ജോലിയിലൂടെ ഉയർച്ചകൾ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സമയം അനുകൂലമായി നിൽക്കുകയും ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ഉയർച്ചയിലേക്ക് കുതിച്ചു വരാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക അഭിവൃദ്ധി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങൾ, ഉയർന്ന വരുമാനം ഇത്യാദി കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് ഇവിടെ നല്ല കാലം തുടങ്ങുന്ന ഒരു സമയമാണ്. മികച്ച രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി അങ്ങോട്ട് നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ ഇവർക്ക് സാധിക്കുകയും ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. തൊഴിൽപരമായി ഇവർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് അവരെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഒട്ടേറെ അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. പരീക്ഷകളിൽ മിന്നുന്ന വിജയം ഇവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയും പുതിയ പുതിയ മേഖലകളിലേക്ക് പുതിയ പുതിയ കോഴ്സ്, സബ്ജക്റ്റ് ഇത്യാദി കാര്യങ്ങൾ അവർക്ക് മനസ്സിനിഷ്ടപ്പെട്ട രീതിയിലുള്ള അവസരങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകൾക്ക്, പുതിയ സംരംഭങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ആളുകൾക്ക് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. പൊതുവെ അംഗീകാരം, പ്രശസ്തിയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ഇവർ തൊടുന്നതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. ഈശ്വര കടാക്ഷം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതോടുകൂടി വരുന്ന ഒരു വർഷക്കാലം അവരുടെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും അതൊക്കെ ഗുണകരമായി ഭവിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ആത്മീയമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആത്മീയ താല്പര്യം വർദ്ധിക്കുകയും ആത്മീയ യാത്രകൾ, പുണ്യസ്ഥലങ്ങൾ സഞ്ചരിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും ഭാര്യ ഭർത്തൃ കലഹമൊക്കെ മാറും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ കുടുംബാന്തരീക്ഷം വളരെ അനുകൂലമായി നിൽക്കുകയും കുടുംബത്തിൽ സ്നേഹബന്ധം, സൗഹൃദങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യം ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം കൂടിയാണ്. പ്രത്യേകിച്ചും ഇവർക്ക് യാത്രകൾ, വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക്, വിദേശത്ത് തൊഴിൽപരമായിട്ട് അന്വേഷണങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായി നിൽക്കുകയും മികച്ച അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന അസുലഭമായ ഭാഗ്യം ഇവരെ തേടിയെത്തുന്ന സമയം കൂടിയാണ്. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുകയും ഒട്ടേറെ ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരികയും ചെയ്യുന്ന വളരെ അസുലഭമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മികച്ച വിജയം ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് അവിവാഹിതരായ ആളുകൾക്ക്, വിവാഹം നോക്കുന്ന ആളുകൾക്ക്, അന്വേഷണം നടക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അനുകൂലമായ ഒരു സ്ഥിതിവിശേഷമാണ് വന്നു ചേർന്നിരിക്കുന്നത്. കുടുംബജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ, മംഗളകർമ്മങ്ങൾ ഇതൊക്കെ നടക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു. വിദേശ ജോലി സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങൾക്കും ചില തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇവിടെ ഈശ്വര അധീനം, അതോടൊപ്പം തന്നെ മാനസിക ആത്മവിശ്വാസം, മാനസിക നില ഇത്യാദി കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ തെളിയുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച ഉയർച്ചകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരുന്ന ഒരു വർഷക്കാലം ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന, ഊട്ടിയുറപ്പിച്ചു കൊണ്ടിരുന്ന സ്വപ്ന തുല്യമായ അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിൽ സന്നിവേശിപ്പിച്ച് നടന്നിരുന്ന പല കാര്യങ്ങളും വളരെ എളുപ്പത്തിലും ഒന്നിനു പുറകെ ഒന്നായും നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ആരംഭം വളരെ ഗുണകരമായിരിക്കും. ഏതൊരു പ്രവർത്തന മികവും ഇവർക്കുണ്ടാകും. ഏതൊരു പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോഴും അതിന് ചില തടസ്സങ്ങൾ നേരിടാനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്ന ഒരു സമയം ഇവർക്കുണ്ടാകുന്നു. കുടുംബ സ്വത്ത് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു.
ബിസിനസ് പരമായ വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നു. വരുമാന വർധനവ് ഇവർക്ക് ലഭിക്കാനുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ചെലവുകൾ അധികരിക്കാതെ നോക്കുക. കടബാധയിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഒട്ടേറെ ഗുണകരമായിട്ടുള്ള അനുഭവ സമ്പത്ത് ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. പൂരം നക്ഷത്രക്കാർക്കും ഇവർക്ക് വരുമാനത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. സൗഹൃദങ്ങൾ, പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന തരത്തിൽ പല മാറ്റങ്ങൾക്ക് കാരണമാകുന്ന സമയമുണ്ടാകുന്നു. സർക്കാർ ജോലി ലഭിക്കാനും സർക്കാർ തലത്തിൽ നിന്ന് പോലും അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ഉയർന്ന രീതിയിൽ ഈ നക്ഷത്രക്കാർക്ക് സമ്പാദ്യം വർദ്ധിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യം തന്നെയാണ്. ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാകുന്ന ഒരു സമയം ഉണ്ടാകുന്നു. വരുമാനത്തിൽ വർധനവുണ്ടാകുന്നു. കൂടുതൽ ഭാഗ്യം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. സന്താന സൗഭാഗ്യത്തിനുള്ള ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നു. ആരോഗ്യനിലയിൽ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്ന സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ചെയ്യുക. നന്ദി, നമസ്കാരം.